നമ്മുടെ രാജ്യത്തെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ ബി.ജെ.പിയുടെ എല്ലാ മികവോടെയും വീണ്ടും തിരിച്ചു വരുമെന്ന അവരുടെ പ്രതീക്ഷ. 2/3 ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും. അത് തടയുന്നതിന് നല്ല ഇടപെടൽ നടത്താൻ നമുക്കായിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിച്ച നേട്ടം മുഴുവനായില്ല എന്നത് അതിൻ്റെ കൂടെ കാണേണ്ടതുമാണ്. നമ്മുടെ രാജ്യം മുന്നോട്ട് വെച്ച മതനിരപേക്ഷത, സാമൂഹ്യനീതി, സമത്വം, ഫെഡറലിസം, ഈ കാഴ്ചപ്പാടുകളെല്ലാം ഭരണഘടനയുടെ ഭാഗമായി മാറിയത് യഥാർത്ഥത്തിൽ ദേശീയ പ്രസ്ഥാനം തന്നെ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടുകളായിരുന്നു ഇത് എന്നുള്ളതാണ്. ആ സമരത്തിൽ പങ്കെടുക്കാതിരിക്കുകയും ബ്രിട്ടീഷുകാരെ സഹായിക്കുകയും ചെയ്ത ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് യോജിപ്പുള്ള കാര്യമല്ല. ഇത്തരം ഒരു മൂല്യവും അവരംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഭരണഘടനയ്ക്കെതിരെ ശക്തമായ നിലപാട് അവർ സ്വീകരിക്കുന്നത്. ഭരണഘടനയ്ക്ക് പകരം മറ്റ് നിയമങ്ങളെ, മനുസ്മൃതി അതുപോലുള്ള കാര്യങ്ങളെ പ്രകീർത്തിക്കലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം ഫെഡറലിസം തകർക്കാനുള്ള നീക്കങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് കേന്ദ്രീകൃതമായ ഭരണ സംവിധാനം കേന്ദ്രത്തിൽ വേണം. എന്നാൽ സംതൃപ്തമായ സംസ്ഥാനങ്ങളും അതേ ഭാഗത്ത് നിലനിൽക്കണം. ഇവിടെ സംസ്ഥാന സർക്കാരുകളുടെ അധികാരം ഇല്ലാതാക്കുക, കേന്ദ്രത്തിൻ്റെ നയം രാജ്യത്താകെ അടിച്ചേൽപ്പിക്കുക, ഇതാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ അവർ പ്രധാനമായും കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു മേഖല വിദ്യാഭ്യാസത്തിൻ്റെതാണ്. വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിച്ചാൽ ഭാവിയിൽ രാജ്യത്തെ ആകെ അവരുദ്ദേശിക്കുന്ന തരത്തിൽ മാറ്റാനാകുമെന്നാണ് അവർ കണക്കുകൂട്ടുന്നത്. ഇപ്പോൾ സംസ്ഥാനങ്ങൾ തങ്ങളുടേതായ അധികാരം ഉപയോഗിച്ച് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു വരികയാണ്. ഇപ്പോൾ ഫെഡറൽ സംവിധാനം പൂർണ്ണമായി തകർത്താൽ സംസ്ഥാനങ്ങളുടെ അധികാരം പൂർണ്ണമായി ഇല്ലാതാക്കാം. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് കണക്കുകൂട്ടുന്നത്. ഇപ്പോൾ ഫെഡറലിസത്തിനെതിരെയുള്ള ശക്തമായ നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംസ്ഥാന സർക്കാരുകളുടെ അധികാരം ഇല്ലാതാക്കുക, സ്റ്റേറ്റ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന വകുപ്പുകളുണ്ട്, അവയെ കൺകറന്റ് ലിസ്റ്റിലേക്ക്, കേന്ദ്ര ലിസ്റ്റിലേക്ക് മാറ്റുക. ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര നിയമം, സംസ്ഥാനത്തിൻ്റെ നിയമം വ്യത്യസ്തമാണെങ്കിൽ കേന്ദ്ര നിയമമാണ് സാധാരണഗതിയിൽ പരിഗണിക്കുക. ഈ ഒരു വാദം ഉയർത്തിക്കൊണ്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ പിടിമുറുക്കുന്നതിന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ നിയമം, ഇപ്പോൾ UGC ഇറക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്.
രാജ്യത്തെ ജനാധിപത്യ സംവിധാനം, മതനിരപേക്ഷത നിലനിർത്തുന്നതിന് നമ്മുടെ വിദ്യാഭ്യാസം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ മതനിരപേക്ഷത വേണ്ട എന്നാണല്ലോ കേന്ദ്രത്തിനുള്ളത്. അതിൻ്റെ ഭാഗമായി മതനിരപേക്ഷ വിദ്യാഭ്യാസത്തെ തകർക്കണം, പൂർണ്ണമായ കാവ്യവൽക്കരണം നടപ്പാക്കാനാവണം. അതിൻ്റെ ഭാഗമായാണ് പുതിയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയ ദുരിതം ഇതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് നാം കാണണം. ഇപ്പൊ UGC പുറത്തിറക്കിയ പുതിയ നിർദ്ദേശങ്ങൾ അത് സംസ്ഥാനത്തുള്ള സർവകലാശാലകളുടെ നിയന്ത്രണം കേന്ദ്രത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കലാണ്. അതിനിടയാക്കുന്നതാണ്. വിദ്യാഭ്യാസം സംസ്ഥാന വിഷയമാണ്. സർവകലാശാലകൾക്കുള്ള ഫണ്ടുകളും മറ്റും സംസ്ഥാന സർക്കാരുകളാണ് അനുവദിക്കുന്നത്. ഇപ്പോൾ 56 കേന്ദ്ര സർവകലാശാലകളുണ്ട്. അതേസമയം 481 സംസ്ഥാന സർവകലാശാലകളുണ്ട്. ഇവയുടെ എല്ലാ നിയന്ത്രണം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ എത്തണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. BJPക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള നടപടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിനെതിരെ BJP ഇതര സർക്കാരുകൾ വിവിധ രീതിയിൽ പൊരുതുന്നുണ്ട്. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൻ്റെ അധികാരം കേന്ദ്രത്തിന് ലഭിക്കും വിധമാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ. VCമാരെ നിയമിക്കുന്ന അധികാരം ഗവർണർക്ക് നൽകുന്നതാണ് കരട്. ഇപ്പോൾ 3 അംഗ സമിതി, അതിൽ 2 പേര് ചാൻസലറുടേത്, പിന്നെ ഒരാൾ UGCയുടെ പ്രതിനിധി. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമായി മാറ്റാനാണ്. കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആളെ VC ആയി കൊണ്ടുവരാനാവും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർവാധികാരിയായി ഗവർണറെ നിയമിക്കുന്ന രീതി യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരുകളുടെ അധികാരത്തെ തന്നെ ഇല്ലാതാക്കലാണ്. ഗവർണർക്ക് ചാൻസലർ പദവി നൽകുന്നതിന് ഒരു ന്യായീകരണവുമില്ല എന്ന് പറഞ്ഞത് പുഞ്ചി കമ്മീഷനായിരുന്നു. ഇത് അഖിലേന്ത്യാ തലത്തിൽ തന്നെ വരുന്നതോടെ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അതോടൊപ്പം വൈസ് ചാൻസലർമാരായി നിയമിക്കുന്നവർക്ക് അധ്യാപന പരിചയം വേണ്ടതില്ല എന്ന സമീപനം സ്വീകരിച്ചിരിക്കുകയാണ്. അധ്യാപക വൃത്തി എടുക്കണ്ട. ഇവിടെ കാണേണ്ടത് കോളേജ് പ്രിൻസിപ്പൽമാരെയും അധ്യാപകരെയും ഈ രീതിയിൽ നിയമിക്കാനാകുമെന്നതാണ്. കോളേജ് മാനേജ്മെന്റ് കമ്മിറ്റിക്ക് അതിൽ നിന്ന് 2 പേര്, വൈസ് ചാൻസലർ പ്രതിനിധികളായി 3 പേര്, അപ്പൊ 5 പേര്. അവരാണ് പ്രിൻസിപ്പാളിനെ തിരഞ്ഞെടുക്കേണ്ടത്. പക്ഷെ 3 ആള് വൈസ് ചാൻസലർ പ്രതിനിധികളാണ്.
അധ്യാപക നിയമനത്തിനാണെങ്കിൽ വി സി നിർദ്ദേശിക്കുന്ന 5 പേരുടെ പാനൽ, അതിൽ നിന്ന് 3 വിഷയ വിദഗ്ധരെ കോളേജ് ഇന്റർവ്യൂവിന് തീരുമാനിക്കാം. ചുരുക്കത്തിൽ സംഭവിക്കാൻ പോകുന്നത് സംഘപരിവാർ നിശ്ചയിക്കുന്നയാള് സർവകലാശാല വൈസ് ചാൻസലറാവും, അവർ നിർദ്ദേശിക്കുന്നയാള് കോളേജ് പ്രിൻസിപ്പാളാവും, അധ്യാപകരാവും. ഈ ഒരു അവസ്ഥയിലേക്കാണ് രാജ്യത്തെ കൊണ്ടുപോകുന്നത്.